ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വലിയ ഊർജ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് ഇന്ന് നമ്മുടെ ഭരണാധിപന്മാർ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാരം സാധാരണ ജനങ്ങളിൽ ഏത് വിധേനയും കെട്ടിവെക്കുവാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം മുതലുള്ള ആസൂത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ ആഘാതം വന്നു വീണത് ഹോട്ടൽ വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ LPG ഗ്യാസുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. വരും ദിവസങ്ങളിൽ പാചകവാതകത്തിന്, വീടുകളിലെത്തുന്ന പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനുമൊക്കെ വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ വിലവർദ്ധനവ് നടപ്പാക്കാൻ തങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളും കേന്ദ്ര സർക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ പ്രതിസന്ധി ഏത് ഘട്ടത്തിലും പരിഹരിക്കാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളവരാണ് നമ്മുടെ ഭരണാധിപന്മാർ. നമ്മുടെ നാടിനാവശ്യമുള്ള LPG ഗ്യാസിൻ്റെ 60% നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയെടുക്കുന്നു. അതിൽ 90% നമ്മൾക്ക് ലഭിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ് എന്ന് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയും ചൈനയും ഒക്കെ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ വ്യവസായ മേഖലകളിൽ ഒരു പരിധിവരെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത്. ചൈന ഇത്തരം ഇറക്കുമതി ഒരു വശത്ത് നടത്തുമ്പോഴും അവർക്ക് ഇറക്കുമതി ചെയ്യുന്ന LPG 130 ദിവസങ്ങൾ വരെ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനമുണ്ടെന്നിരിക്കെ നമ്മുടെ രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകങ്ങൾ LPG പോലെയുള്ള ഗ്യാസുകൾ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ അത് സൂക്ഷിച്ചു വെക്കുവാൻ 2-3 ദിവസത്തിന് മുകളിലുള്ള സംവിധാനങ്ങൾ ലഭ്യമല്ല എന്നത് നമ്മുടെ പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് 2016 മുതൽ വളരെ ആവേശത്തോടെ ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രൈം മിനിസ്റ്റർ ഉജ്ജൽ യോജനയുടെ ദുരവസ്ഥ കൂടി നമ്മൾ ബോധ്യപ്പെടേണ്ടത്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് അതിലേതാണ്ട് 10 കോടിക്കധികം വരുന്ന ആളുകൾക്ക് ഒരു വർഷം 9 സിലിണ്ടറുകൾ സബ്സിഡി ഇനത്തിൽ നൽകുമെന്നായിരുന്നു 2016 പ്രഖ്യാപനം. അങ്ങനെ ഉജ്ജൽ യോജനയിലൂടെ രാജ്യത്ത് 9 സിലിണ്ടറുകൾ ഒരു കുടുംബത്തിന് 300 രൂപയുടെ സബ്സിഡിയോടെ, എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏതാണ്ട് 2700 രൂപയുടെ സബ്സിഡിയോടെ അവർക്ക് ഗ്യാസുകൾ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ആ സ്കീമിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ സബ്സിഡികൾ വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നതനുസരിച്ച് മുഴുവൻ തുകയും അവർ അടച്ചിട്ട് വേണം ഈ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുവാൻ. എന്ന് പറഞ്ഞാൽ പണം ആദ്യം മുടക്കുകയും പിന്നീട് സബ്സിഡി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്ന സംവിധാനം. അതുവഴി സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത് ഈ 10 കോടിയിലധികം വരുന്ന വീട്ടമ്മമാരിൽ 1,20,00,000 ആളുകൾ ഒരിക്കൽ മാത്രം സിലിണ്ടറുകൾ വാങ്ങി തൃപ്തിപ്പെടേണ്ടി വന്നവരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും സിലിണ്ടറുകൾ ഒരു പ്രാവശ്യം വാങ്ങി അടുത്ത പ്രാവശ്യം വാങ്ങാൻ കഴിയാതെ പോയ ഏതാണ്ട് 1,20,00,000 കുടുംബങ്ങളുണ്ട്. മറ്റൊരു 1,20,00,000 കുടുംബങ്ങൾ ഒരു പ്രാവശ്യം മാത്രം വാങ്ങി ഉപയോഗിക്കാൻ, ആവർത്തിച്ച് ഒരു പ്രാവശ്യം മാത്രം വാങ്ങി ഉപയോഗിക്കുവാൻ മാത്രം കഴിവുള്ളവരായി മാറി. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 10.5 കോടിയോളം കുടുംബങ്ങൾക്ക് ഗ്യാസ് വിതരണം ചെയ്യാൻ തുടങ്ങിയ പദ്ധതിയിൽ 20% ആളുകൾക്ക് ഒരു പ്രാവശ്യം മാത്രം കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഇന്ത്യയെപ്പോലെ ചൈനയെപ്പോലെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ ഇങ്ങനെ പ്രകൃതിവാതകങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് നിത്യജീവിതത്തിൽ അവർ ഊർജ പ്രതിസന്ധിയെ പരിഹരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ ഇതിൻ്റെ വിലയും അവിടുത്തെ ജനങ്ങളുടെ വരുമാനവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ഇന്ത്യക്കാർ എത്ര അധികം പണമാണ് അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ പ്രകൃതിവാതകത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാകും. നോക്കൂ, 2016 മുതൽ 2017 വരെയുള്ള 5 വർഷക്കാലം ഇന്ത്യയിൽ 1,000 കോടി രൂപയുടെ ഗ്യാസ് വിതരണം ചെയ്തിട്ടുണ്ട്. 1,000 കോടി രൂപയുടെ ഗ്യാസ് വിതരണം ചെയ്തിട്ടുണ്ട്. 1,000 കോടി രൂപയുടെ ഗ്യാസ് വിതരണം ചെയ്തിട്ടുണ്ട്.
ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിൽ ഇതിൻ്റെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഓരോ രാജ്യത്തെയും പർച്ചേസിംഗ് പവർ പാരിറ്റി, അവർക്ക് വാങ്ങാനുള്ള ശേഷിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരന് വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഒരു സിലിണ്ടർ വാങ്ങണമെങ്കിൽ അവൻ്റെ ഒരു ദിവസത്തെ വേതനം കൊണ്ട് കഴിയില്ല. ഏകദേശം 1.25 ദിവസം മുതൽ 1.5 ദിവസം വരെ പണിയെടുക്കുന്ന വേതനം കൊണ്ട് ഒരു സിലിണ്ടർ വാങ്ങി ഉപയോഗിക്കാൻ കഴിയൂ. എന്നാൽ ഇംഗ്ലണ്ട് എടുക്കാം, സമ്പന്ന രാജ്യമായ ഇംഗ്ലണ്ട് എടുക്കാം. അവിടുത്തെ ഒരു തൊഴിലാളി, ശരാശരി തൊഴിലാളി, അയാളുടെ ഒരു ദിവസത്തെ വേതനത്തിൻ്റെ 44% മാറ്റിവെച്ചാൽ അയാൾക്ക് ഒരു സിലിണ്ടർ വാങ്ങി ഉപയോഗിക്കാൻ കഴിയും. ജർമ്മനിയിലാകട്ടെ ഒരു ദിവസത്തെ വരുമാനത്തിൻ്റെ കേവലം 25% മാറ്റിവെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരാൾ അയാൾ ഏതാണ്ട് 1.25 ദിവസം 1.5 ദിവസം അയാളുടെ വേതനം മൊത്തം ഒരു സിലിണ്ടർ വാങ്ങാൻ മാറ്റിവെക്കേണ്ടി വരുന്നുവെങ്കിൽ ജർമ്മനിക്കാരനൊരാൾക്ക് അയാളുടെ ഒരു ദിവസത്തെ വേതനത്തിൻ്റെ 1/4 മാത്രം മാറ്റിവെച്ചാൽ അയാൾക്ക് സിലിണ്ടർ ലഭിക്കും. ഇതുതന്നെയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നത്. നോക്കൂ, ചൈനയും ഇന്ത്യയുമായി തട്ടിച്ചു നോക്കിയാൽ ചൈനയിൽ ഇത്തരം ഒരു സിലിണ്ടറിന് ഇന്ത്യൻ രൂപയിൽ 1300 മുതൽ 1700 രൂപ വരെ കൊടുക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ 14.2 കിലോ വരുന്ന ഒരു LPG സിലിണ്ടറിന് നമ്മൾ ഏതാണ്ട് 912 മുതൽ 930 രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ചൈനക്കാർ 1300 മുതൽ 1700 രൂപ കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി വാർഷിക വരുമാനം കേവലം 2400 മുതൽ 2850 ഡോളർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ചൈനക്കാരൻ്റെ ജീവിത നിലവാരത്തെക്കാൾ ഏതാണ്ട് 6-1, 7-1 മാത്രം ജീവിത നിലവാരമുള്ള ഇന്ത്യക്കാരന് അമേരിക്കക്കാരനേക്കാളും ഇംഗ്ലണ്ടുകാരനേക്കാളും ജർമ്മനിക്കാരനേക്കാളും വലിയ തുക കുക്കിംഗ് ഗ്യാസിന് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. ചുരുക്കത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിവാതകങ്ങൾ വില കുറച്ച് വാങ്ങി വില കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു വശം ശക്തമാകുമ്പോൾ പ്രകൃതിവാതകങ്ങൾ രാജ്യത്ത് കൂടുതൽ ദിവസം സൂക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ അവർ മറന്നു പോകുമ്പോൾ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ വരുമാനമൊക്കെ ചില കോർപ്പറേറ്റുകൾക്ക് അമ്മാനമാടാനുള്ള അവസരമാണ് ഈ യുദ്ധ സാഹചര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രകൃതിവാതകത്തിൻ്റെ വില അന്തർദേശീയ മാർക്കറ്റിൽ വർദ്ധിക്കുമ്പോൾ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുമ്പോൾ വലിയ തുക കൊടുത്ത് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ദുരിതപൂർണമാക്കുവാനുള്ള സാഹചര്യം മോദി ഭായിമാർ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.